അപ്പോൾ ഗുഡ് മോർണിംഗ്. ഞങ്ങൾ രാവിലെ തന്നെ കുളിച്ച് തുണിമാറി ടൗൺസ്വില്ലെത്തി. അത് ഇന്നലെ കാണിച്ചായിരുന്നല്ലോ വീടൊക്കെ. രാവിലെ തന്നെ കുളിച്ച് തുണിമാറി ഞങ്ങൾ ഇറങ്ങി. ഇവിടെ സ്ട്രാൻഡ് എന്ന് പറഞ്ഞ ഇന്നലെ കണ്ട പോലെ തന്നെ ഒരു ചെറിയൊരു എന്താ പറഞ്ഞ ഒരു എൻ്റർടൈൻമെൻറ്റ് ഫെസിലിറ്റി. അതിനകത്ത് ഈ വെള്ളത്തിൻ്റെയും പാർക്കും ബാർബിക്യൂ ഒക്കെ ചെയ്യുന്നൊരു സംഭവങ്ങളാണ്. അതൊക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് അവർ. ഇതാണ് അതിൻ്റെ ഒരു വാക്ക് വേ ഉണ്ട്. ഇതാണ് സ്ട്രാൻഡ് എന്ന് പറയുന്നത്. അവിടെ കാണുന്ന ആ സാധനം അടിപൊളിയായിട്ട് ആൾക്കാർക്ക് നടക്കാനും ബാർബിക്യൂ ചെയ്യാനും. ഇവിടെ ഇങ്ങനെ ബീച്ചുണ്ട്. ബീച്ച് ഇങ്ങനെ ഒരു സ്ക്വയറായിട്ട് കെട്ടിയിട്ടേക്കുവാണ്. എന്താണെന്ന് അറിയാൻ പാടില്ല. മേ ബി ഷാർക്ക് അറ്റാക്ക് ഉള്ളതുകൊണ്ടായിരിക്കും. അവിടെ അങ്ങ് അകലെ നിങ്ങൾക്ക് ക്യാമറയിൽ കാണാമെന്നറിയില്ല. അങ്ങ് അകലെ അദാനിയുടെ പോർട്ടാണെന്ന് തോന്നുന്നു. അവിടെ ഉണ്ടെന്ന് തോന്നുന്നു. ഇതേ കണ്ടോ, അതാണ് ടൗണിലേക്കുള്ള ദൃശ്യങ്ങൾ. എന്തായാലും ഇവിടെ നല്ല അടിപൊളി പാർക്കിങ്ങും ഉണ്ട്. നല്ല സെറ്റപ്പ് പാർക്കിങ്ങും ഉണ്ട്. അടിപൊളി. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഞാനിപ്പോൾ ഒരു തെങ്ങിൻ്റെ ചോട്ടിലാണ് ഇരിക്കണത്. നിങ്ങൾ വിശ്വസിക്കില്ല ഓസ്ട്രേലിയയിൽ തെങ്ങോന്ന്. ഇത് നോക്കൂ, ഇത് മുഴുവൻ തെങ്ങാണ്. അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ തെങ്ങാണ്. നമ്മളൊരു മിനി കേരളത്തിലാണ് വന്നിരിക്കുന്നത്. അടിപൊളി. ഇങ്ങനെ വന്നു കഴിയുമ്പോൾ അത് ഇങ്ങനെ അടിപൊളി സർഫ് ക്ലബ്ബും ഒരു ചെറിയ ഒരു സ്റ്റോൺ ബീച്ച് എന്ന് പറഞ്ഞൊരു സാധനവും ഒക്കെ ഉണ്ട് അവിടെ. പിന്നെ ഇവിടെ ഒരു പാർക്കുണ്ട്. പിന്നെ ഇവിടെ സർഫ് ലൈഫ് സേവിങ് ക്വീൻസ്ലാൻഡിൻ്റെ ഒരു ചെറിയ ഒരു ഷെഡുണ്ട്. അവിടെ മനോഹരമായ ഒരു ഉദ്യാനമുണ്ട്. അവിടെ ഇങ്ങനെ നമുക്ക് വന്നിരുന്ന് കളിക്കുകയോ ബാർബിക്യൂയോ ഒക്കെ ചെയ്യാം. പിന്നെ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ അതാണ് ആ ഉദ്യാനത്തിൻ്റെ സൈഡിൽ നിന്നുള്ള ദൃശ്യങ്ങൾ. കുറേ ആൾക്കാരൊക്കെ അവിടുത്തെ ഇതിനകത്ത് ബാർബിക്യൂ ഒക്കെ ചെയ്യുന്നുണ്ട്. കുറേ കയാക്കുകൾ ഇവിടെ ഇങ്ങനെ ഈ തെങ്ങിൻ്റെ ചോട്ടിൽ എന്ന് വേണമെങ്കിൽ പറയാം. തെങ്ങിൻ്റെ ഉള്ളിൽ മേളിലും തേങ്ങയൊന്നുമില്ല, എന്നാലും തെങ്ങിൻ്റെ ചോട്ടിൽ ഇങ്ങനെ കയറ്റിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ ഈ സർഫേഴ്സ് ഇതിൻ്റെ ക്ലബ്ബൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ കയാക്കിങ് ചെയ്യാനായിട്ട് അങ്ങനെയൊക്കെയാണ്. ഈ സൈഡിൽ വലിയ കല്ലുകളൊക്കെ ഇട്ട് ചെറിയ പ്രൊട്ടക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. സൂപ്പർ. കണ്ടോ, അവിടെ ആൾക്കാർക്ക് കുളിക്കാനായിട്ടൊരു ചെറിയ ക്രമീകരണം അവിടെയുണ്ട്. മറ്റേ കടലിൽ നിന്ന് കയറി വന്നിട്ട് പിന്നെ അങ്ങോട്ട് റോഡ്, മെയിൻ റോഡ്, പാർക്കിംഗ്. അടിപൊളി. കാണുന്നത് വലതുവശത്ത് കാണുന്ന ആലാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഓസ്ട്രേലിയയിൽ ആല് കാണുന്നത്. കുറച്ച് മാവ് തൈകളും ഒക്കെ ഉണ്ട്. ഇടതുവശത്ത് കാണുന്ന ഇഷ്ടംപോലെ ഹോട്ടൽസ് ഉണ്ട്. വലതുവശത്ത് ബീച്ചാണ്. ടൗൺസ്വില്ലിലെ ഈ പ്രദേശം വേണമെങ്കിൽ ക്വീൻസ്ലാൻഡിൻ്റെ ഒരു ഗോൾഡ് കോസ്റ്റ് എന്ന് വേണമെങ്കിൽ അറിയപ്പെടുത്താൻ പറ്റിയ ഒരു പ്രദേശമാണ്. ഇടതുവശത്ത് ആഹാരം കഴിക്കുന്ന ആൾക്കാർ, വലിയ ഹോട്ടലുകൾ, അപ്പാർട്ട്മെൻറ്റുകൾ. സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞ പോലെ എന്നെ ഹഠാത് ആകർഷിച്ചത് ഇവിടുത്തെ അമ്പരചുംബികളായ കെട്ടിടങ്ങളാണ്. ബ്യൂട്ടിഫുൾ. ടൗൺസ്വില്ലിൽ ഏറ്റവും കൂടുതൽ അവർ കോൺസെൻട്രേറ്റ് ചെയ്യണത് മൈനിങ്ങും രണ്ടാമത് കോൺസെൻട്രേറ്റ് ചെയ്യണത് ബീച്ചും ആണെന്ന് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമായി. അടിപൊളി, സൂപ്പർ. ഇടതുവശത്ത് ഇഷ്ടംപോലെ കാർ പാർക്കിങ്, വലതുവശത്തും ഇടതുവശത്തും കാർ പാർക്കിങ്. ആൽമരങ്ങൾ തന്നെ നല്ല തണല് നൽകും. ഇത് ഒരുപാട് വർഷങ്ങൾ മുമ്പ് വന്നേക്കണമെന്ന് കണ്ടാൽ അറിയാം. കാര്യം അത്രമാത്രം വേരും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അതിനകത്ത്. ബ്യൂട്ടിഫുൾ. രസമുണ്ട്. വെടി വാങ്ങി. കണിക്കുന്ന പൂത്തൊലഞ്ഞ് നിൽക്കുന്നു. എന്തെങ്കിലും ഒരു കൊന്നയായിരിക്കും, ദൈവത്തിനറിയാം. കണിക്കൊന്ന പോലെ ഇരിക്കുന്ന വേറൊരു കളറിലുള്ള കൊന്ന. എന്തായാലും നല്ല രസമുണ്ട്. കണ്ടോ, ഭയങ്കര സീനിക്കായിട്ടുള്ള വ്യൂ ആണ്. ഡ്രൈവ് അടിപൊളി ഡ്രൈവ്, സൂപ്പർ ഡ്രൈവ്. ഇവിടെ സ്പീഡ് റെസ്ട്രിക്ഷൻ ഉണ്ട്. 40 km/h പോകുന്നത്. 40-ന് മേളിൽ പോയാൽ ദേ കാണുന്നതാണ് പോലീസ് സ്റ്റേഷൻ. അവരപ്പം തന്നെ കയ്യോടെ പിടിച്ച് നമുക്കുള്ള ട്രോഫി തരുന്നതാണ്.
സ്റ്റേഷൻ ഇടതുവശത്ത് കാണുന്നത്. ഇതിൻ്റെ ഒരു കവാടം എന്ന് പറഞ്ഞോണം ഇതാണെന്ന് തോന്നുന്നു. അതിനകത്ത് കടലുകളും ബീച്ചുകളും. ശരിക്കും പറഞ്ഞാൽ ബീച്ച് എന്ന് പറഞ്ഞ ഒരു പ്രത്യേക വികാരമാണ്. എന്താണെന്നറിയില്ല. ബ്ലൂ കളർ ബീച്ച്. ശരിയാണ്. ഇവിടുന്ന് വളരെ അടുത്താണ് ബീച്ച് സൺഡേസ്. ബീച്ച് സൺഡേസ് ഇന്നലെ പോയ എയർലി ബീച്ചിൽ നിന്ന് ഇവിടെ നിന്നൊക്കെ ഒരുപാട് ട്രിപ്പുകളുണ്ട് ബീച്ച് സൺഡേസിലേക്ക്. ബീച്ച് സൺഡേസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 3 ഐലൻഡുകളുടെ ഒരു സമുച്ചയമാണ് ബീച്ച് സൺഡേസ്. അപ്പോൾ അതൊരു നല്ല ഫീലാണ് അവിടെ പോകുന്നത്. അവിടുത്തെ സാൻഡൊക്കെ നല്ല വൈറ്റ് കളർ സാൻഡാണെന്നാണ് പറയുന്നത്. ഗോൾഡൻ കളർ സാൻഡും വൈറ്റ് കളർ സാൻഡും. എന്തായാലും നല്ല രസമുണ്ട് കേട്ടോ. സൂപ്പർ. അപ്പോൾ നമ്മളിനി ക്യൂൻസ്ലാൻഡ് മ്യൂസിയം കാണാനായിട്ടൊരു പോക്കിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ക്യൂൻസ്ലാൻഡ് മ്യൂസിയത്തിൽ ചെന്നിട്ടുള്ള വ്യൂ ട്രോപ്പിക്കൽ മ്യൂസിയം. ട്രോപ്പിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിച്ചത്? കടല് സംബന്ധമായ കാര്യങ്ങൾ, റീഫും അങ്ങനെയൊക്കെ ഉള്ള. അടിപൊളി. അത് ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണേ. ഞങ്ങൾ ഇങ്ങനെ വന്നപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ നെറ്റിൽ നോക്കി കഴിഞ്ഞപ്പം നമ്മുടെ ക്യൂൻസ്ലാൻഡ് ട്രോപ്പിക്കൽ മ്യൂസിയം കാണാം എന്നുള്ള ഒരു ധാരണയിൽ ഞങ്ങളിങ്ങനെ കുറച്ച് നടക്കുകയാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അടിപൊളി മ്യൂസിയം ബിൽഡിംഗ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും. ഇനി അതിൻ്റെ അകത്ത് എന്നിട്ട് എന്താണെന്ന് അറിയില്ല. ഇതാണ് മ്യൂസിയം ബിൽഡിംഗ്. അടിപൊളിയാണ്. ആ യാറ്റ് ക്ലബിൻ്റെ അടുത്താണ്, സ്ട്രാൻഡിൻ്റെയൊക്കെ അടുത്താണ്. ആവശ്യത്തിന് പാർക്കിംഗ് ഫ്രണ്ടിലുണ്ട്, ആ സൈഡിലുണ്ട്. ഇതാണ് മ്യൂസിയം. അകത്ത് നിന്നിട്ട് ഇനി കാണിച്ചു തരാം. ഇതാണ് മ്യൂസിയത്തിൻ്റെ എൻട്രി. നേരത്തെ ടിക്കറ്റ് എടുക്കാതെ നമുക്ക് കാണാൻ പറ്റില്ല. എക്സിബിഷൻ ടൈമിങ്സ് എന്ന് പറയുന്നത് 9 മണി 9:30 തൊട്ട് 4 PM വരെ ഉണ്ടാവും. ഗുഡ് ഫ്രൈഡേ അടച്ചിട്ടുണ്ടാവും, വെൻസാക് ഡേ അടച്ചിട്ടുണ്ടാവും, ക്രിസ്മസ് ഡേ അടച്ചിട്ടുണ്ടാവും, ബോക്സിംഗ് ഡേ അടച്ചിട്ടുണ്ടാവും. എന്തായാലും ഇന്നലെ ഉണ്ടായിരുന്നില്ല. ഇതാണ് സംഭവം. അവിടെ ഇങ്ങനെ കുറേ സീ മോൺസ്റ്റേഴ്സിൻ്റെ പടമൊക്കെ വെച്ചിട്ടുണ്ട്. വലിയൊരു ദിനോസറിൻ്റെ ഒരു രൂപം പുറത്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും അകത്ത് പോയി നമ്മളകത്തേക്ക് വന്നു കഴിയുമ്പം എവിടെ ചെന്നാലും ഉള്ളതുപോലെ തന്നെ ഒരു സോവിനിയർ ഷോപ്പ് അകത്തുണ്ട്. അങ്ങനെ പല പല സാധനങ്ങൾ അവരങ്ങനെ അവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്കെപ്പോഴും ഒരു നൊസ്റ്റാൾജിക് ഫീലിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ഈ സാധനമൊക്കെ മേടിച്ച് നമ്മുടെ ഫ്രിഡ്ജിൽ വെക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ഷോക്കേസിൽ വെക്കാനോ ഒക്കെ ഉപയോഗിക്കാം. എപ്പോഴും ഉണ്ടാവും. എല്ലാ സ്ഥലത്ത് ചെന്നാലും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരു സോവിനിയർ ഷോപ്പ് ഉണ്ടാവും. നല്ല അടിപൊളി സാധനങ്ങളാട്ടോ. കാഴ്ചയ്ക്ക് നല്ല രസമുണ്ട് എല്ലാം കാണാനൊക്കെ ആയിട്ട്. ദിനോസറും അതുപോലെ തന്നെ കുറേ ബുക്കും. കെവിനും ഇവിടുന്ന് ഏതാണ്ടൊക്കെ മേടിച്ചു. എന്നാന്നൊരു ഇവിടുത്തെ എന്തോ സാധനമൊക്കെ മേടിക്കും. ബൈനോക്കുലറാന്ന് തോന്നുന്നു. എന്തോ പുള്ളി മേടിക്കണ്ടായിരുന്നു. അതിന് വഴക്കൂടി അങ്ങനെ നടക്കണതാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ കുറേ ടീഷർട്ടും മറ്റുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. എന്തായാലും ഭയങ്കര വിലയാണ്. അതാണ് അതിനകത്തുള്ളൊരു കുഴപ്പം. അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ ആദ്യം കാണുന്ന പണ്ട് ഇവിടെ ക്യാപ്റ്റൻ കുക്ക് വന്ന ആ ഒരു ചെറിയ ബോട്ടിൻ്റെ മിനിയേച്ചറാണ്. ഈ മിനിയേച്ചർ ഇവിടെ ഉണ്ടാക്കി വെച്ചേക്കണ ഒറിജിനൽ ബോട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നതാണ് അവർ പറയണത്. പിന്നെ പണ്ട് കാലത്തെ ഉള്ള ഒരു പ്രത്യേക ടൈപ്പ് പക്ഷിയുടെ ഒരു രൂപം അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ അതിൻ്റെ താഴെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഈ കാണുന്ന ഒരു ഫോസിലാണ്, ഒരു മീനിൻ്റെ ഒരു ഫോസിലാണ്. പല ടൈപ്പ് മീനുകളുടെ ഫോസിലാണ് പണ്ട് വർഷങ്ങൾ മുമ്പ്. ഇതേപോലത്തെ രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പണ്ട് കടലിൽ ജീവിച്ചിരുന്ന വിവിധയിനം ഷാർക്കുകളും അതേപോലെ തന്നെ മീനിൻ്റെയൊക്കെ ഒരു രൂപം കാണിച്ചു വെച്ചേക്കണം. ഇത് ഒറിജിനൽ ഫോസിൽ നമുക്ക് ക്യൂൻസ്ലാൻഡിൽ നിന്ന് കിട്ടിയ സാധനം മ്യൂസിയത്തിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. ആ മീനിൻ്റെ ഫോസിലാണ് ആ ചെതുമ്പൽ പോലെ അതിനകത്ത് കാണുന്നത്. ഇങ്ങനെയാണ് ഇവർ ഫോസിൽ റിക്കവർ ചെയ്യണത്. ഇതുപോലെ ഇങ്ങനെ പാറ കുഴിച്ച് ക്ലീൻ ചെയ്ത് അത് അതേപോലെ തന്നെ ആ പാറ കട്ട് ചെയ്ത് കൊണ്ടുവന്ന് നമ്മുടെ ഈ മ്യൂസിയത്തിലേക്ക് കൊണ്ടുവന്ന് വെച്ചേക്കണതാണ് ഈ കാണുന്നത്. അപ്പം എന്തായാലും അടിപൊളി. ഇത് സീ കുക്കുംബർ ഉണ്ട്. ഇതെന്ത് സാധനമാണെന്ന് അവർ ഇവിടുത്തെ ഫൈൻഡിങ് ഹോം എഴുതി വെച്ചേക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഇതെന്താ, കടലിൽ കാണുന്ന എട്ടുകാലി. കടലിൽ കാണുന്ന എട്ടുകാലിയാണ് നമ്മൾ കാണുന്നത്. എന്നാ വലിപ്പം നോക്കിയിട്ടില്ല. ഇതെന്നാണ് ഡീപ് സീ റാറ്റ് ഷേപ്ഡ് ടെയിൽ. കോറൽ റീഫിൻ്റെ പല ടൈപ്പിലുള്ള സാധനങ്ങളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പല ടൈപ്പിലുള്ള കോറൽ ലീഫ്. അതായത് നമ്മൾ കെയ്ൻസിൽ ഏറ്റവും വലിയ കോറൽ ലീഫ്, വേൾഡിലെ ഏറ്റവും വലിയ കോറൽ റീഫുള്ള സ്ഥലമാണ് കെയ്ൻസ്. അങ്ങോട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത്. കടൽച്ചേനയും മറ്റുള്ള കാര്യങ്ങളും
കടൽച്ചേന, അതേപോലെ തന്നെ ഈ പറയുന്ന റീഫൊക്കെ ഏറ്റവും കൂടുതലുള്ള കെയ്ൻസിലാണ്. ഒരു പ്രദേശമല്ല, എത്രയോ കിലോമീറ്റർ ഇങ്ങനെ ആ റീഫ് ഇത് ചെയ്ത് കിടക്കുവാണ്. അതിൻ്റെ ഒരു മിനിയേച്ചർ കൊണ്ടുവന്ന് വെച്ചേക്കണാണ് ഈ കാണുന്നത്. പല ടൈപ്പിലുള്ള സാധനങ്ങളുണ്ട്, കണ്ട പല ടൈപ്പിലുള്ളതുണ്ട്. റീഫ് ഫ്ലാറ്റ്, റീഫ് ക്രസ്റ്റ്, റീഫ് ലഘു എന്നൊക്കെ പറയണ സാധനങ്ങൾ. എന്തായാലും അടിപൊളി. ട്രോപ്പിക്കലായിട്ട് കാണുന്ന എല്ലാ ഇൻസെക്ട്സിൻ്റെയും പടവും പേരും ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഈ കൂത്താടിയൊന്നും നമ്മളവിടെ കണ്ടിട്ട് പോലുമില്ല. അടിപൊളി സാധനങ്ങൾ. എൻ്റെ അമ്മയും വലിയ സാധനങ്ങൾ, വെട്ടുകിളി ഇഷ്ടം പോലെ. റീഫിൽ ഗവേഷണം നടത്തുന്ന ഒരാളുടെ സ്യൂട്ടൊക്കെ ധരിച്ചിട്ടുള്ള ഒരു പ്രതിമയാണ് ഈ തൂക്കിയിട്ടിരിക്കുന്നത്. ഇത്രയും സാധനങ്ങളായിട്ടാണ് റീഫിൽ ഗവേഷണം നടത്താനായിട്ട് ഒരാൾ പോകണേന്നാണ് ഇവർ പറയണത്. ഓക്സിജൻ സിലിണ്ടറും എല്ലാ സാധനങ്ങളും, പ്രഷർ മീറ്ററും, അതിനകത്ത് പേപ്പറും പേനയും എല്ലാം ഉണ്ട്. ഇങ്ങനെയാണ് കടലിൻ്റെ അടിയിൽ എഴുതുന്നത്. അവിടെ ഇങ്ങനെ ഒരു കാട് പോലെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തേക്കുവാണ്. അപ്പോൾ അവിടെ ഭയങ്കര ഇരുട്ട്. അപ്പോൾ നമുക്ക് ഈ ക്യാമറയിൽ കിട്ടൂല. അപ്പോൾ ഈ ട്രോപ്പിക്കലായിട്ട് കാണുന്ന ഓരോ ജീവികളൊക്കെ കാട്ടിൽ എങ്ങനെ ഇരിക്കണേന്നുള്ളൊരു വീഡിയോയും ലൈറ്റും ഒക്കെ വെച്ചിട്ട് ചെറിയ സെറ്റിങ്സ്. എന്തായാലും കുഴപ്പമില്ല, ഫ്രീ ആയതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് കയറി കാണുന്നതിന് പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇവിടെ ഒരു എക്സിബിഷനുണ്ട്. എക്സിബിഷൻ നിങ്ങൾ കയറി കാണണമെങ്കിൽ അഡൽസിന് $15. അത് ചുമ്മാ വീഡിയോയും അതേപോലെ തന്നെ അതിൻ്റെ കുറേ ഫോട്ടോയും ഒക്കെ കാണിക്കുന്ന എക്സിബിഷനാണെന്ന് പറഞ്ഞ കാരണമാണ് ഞങ്ങൾ അതിന് കയറാതിരുന്നത്. അതിൽ വലിയ കാര്യമില്ലാന്ന് ഞങ്ങൾക്ക് തോന്നി. എന്തായാലും അത് താല്പര്യമുള്ളവരും അത് കാണാം. നേരത്തെ ഇപ്പോൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് വരുവാണെങ്കിൽ ക്വീൻസ്ലാൻഡ് മ്യൂസിയം ടൗൺസ്വില്ലിൽ എടുത്തിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും കാര്യങ്ങൾ. എന്തായാലും നമുക്ക് പിന്നീടുള്ള കാഴ്ചകൾ വീണ്ടും കാണിച്ചു തരാം. ഓക്കെ. ബൈക്ക് മോഡിഫൈ ചെയ്യണുണ്ട്, കാറ് മോഡിഫൈ ചെയ്യണുണ്ട്, ജീപ്പ് മോഡിഫൈ ചെയ്യണുണ്ട്, ലോറി മോഡിഫൈ ചെയ്യണം ആദ്യമായിട്ട് കാണും. നമുക്ക് എന്ത് മുതലാകുന്നു. അടിപൊളി. പുറത്ത് കണ്ട ദൃശ്യമാണ്. നമ്മളെവിടെ പോയാലും അവസാന യാത്ര തീർക്കുന്നത് മീൻകടയിലായിരിക്കും. എന്തായാലും മീനൊക്കെ മേടിച്ച് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോവുകയാണെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു. നാളെ പുതിയ വീഡിയോ ഉണ്ട്. നമ്മൾ പുതിയ സ്ഥലങ്ങൾ കാണാൻ പോകുന്നുണ്ട്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് ആ സ്ഥലങ്ങളൊക്കെ കാണാം. അപ്പോൾ നന്ദി, നമസ്കാരം.